ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അർജുൻ മാരാടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കബനി നദിയിലാണ് കേട്ടോ. ഭയങ്കര ലൈറ്റാണ്. അത് കർണാടകയാണ്. അപ്പുറത്ത് ഇത് നമ്മൾ കേരളം. നമ്മളിപ്പോൾ പെരിക്കല്ലൂർ കേരള കർണാടക ബോർഡറിൽ കബനി നദിയിലാണ് നമ്മൾ കേട്ടോ. നമ്മൾ കുറച്ച് എന്താ പറയുക കാർപ്പ് ഫിഷിങ് വന്നിരിക്കുക കേട്ടോ. ഇത് നമ്മളെ കൂടെ അവളെ അച്ചുണ്ട്. എന്താ ഹായ് പറ. നമ്മളിത് തീറ്റയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇൻട്രോ എടുക്കണം കേട്ടോ. കാരണം വന്നപ്പോൾ ലേറ്റായി. കാരണം നമ്മൾ 6 മണിക്ക് കൂടെ എത്തണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തീറ്റയൊക്കെ കാശിരിക്കുകയാണ് കേട്ടോ. ഒരു സ്ട്രൈക്കിൽ വന്നിട്ടില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കാം കേട്ടോ. നോക്കാം, എന്തായാലും കിട്ടും നോക്കാം കേട്ടോ. ഒരെണ്ണം അവിടെ കുപ്പിച്ചുണ്ടുണ്ട്, ഒരു 2 സ്റ്റിക്കും. പിന്നെ ഇത് ഇത് മണ്ണിലിട്ടിരിക്കണം കേട്ടോ. ഈ സ്റ്റിക്കിൽ നമ്മൾ മണ്ണിലിട്ടിരിക്കുന്നത് ഇതും നമ്മൾ ബൈറ്റ് അടിച്ചിരിക്കാം കേട്ടോ. അവിടെ ഒരു കുപ്പിച്ചുണ്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതരം മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ കയറ്റുകൊണ്ട് വെച്ച് പരൽ പിടുത്തുണ്ട് കേട്ടോ, മൈദയിട്ട്. അപ്പോൾ തീറ്റയൊക്കെ സെറ്റ് ചെയ്തെങ്കിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ സ്ട്രൈക്ക് വേണ്ടി. പിന്നെ ഫ്രണ്ട്സ്, നമ്മളെ പെട്ടെന്ന് സ്ട്രൈക്ക് കിട്ടിട്ടോ. നമ്മളെ അച്ഛനെ കടയിലേക്ക് സാധനം മേടിക്കാൻ വിട്ടത്. അപ്പോഴേക്കൊരു സ്ട്രൈക്ക് കിട്ടി. നമുക്ക് വീഡിയോ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. മീനെ വലിച്ച് അടുപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ അത്. കാരണം അവൻ കടയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. എന്താ ആദ്യത്തെ മീനാണ് നമുക്ക്. കാരണം ചൂണ്ടയും മറ്റേ സ്റ്റിക്കും ബ്രൈഡും ഈ നമ്മൾ കൈച്ചൂണ്ട എല്ലാം തമ്മിൽ ഉടക്കി പണി ഇട്ടിരിക്കുകയാണോ. മൊത്തം കുടുങ്ങി നാശായി, എല്ലാത്തിലും അടക്കി. ഇവിടെ വെക്കല കൈ കൊളുത്തി നോക്കണേ, കൊളുത്തിയ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോവാ. ഇത് മെല്ലെ കഴിച്ചിട്ട് ഇതിൻ്റെ ഞാൻ മീനിന് കഴിച്ചിട്ട് എടുക്കുക. അങ്ങോട്ട് എടുക്കാം, അങ്ങോട്ട് എടുക്കാം. ഇവിടല്ലേ ചാലക്കൂടെ കൈയുടെ അങ്ങോട്ട് പിടി ഫസ്റ്റ് വേണ്ട. കുറേ നേരം നമ്മൾ ട്രൈ ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ അത് കിട്ടിയത് റോഹ് നല്ലടാ. റോഹ് തന്നെ. മതി, വീഡിയോ മതി. എങ്ങനെ ഫ്രണ്ട്സ്, നമ്മളെ അവിടെ നിന്ന് കുറച്ച് ഒരു മീൻ കിട്ടിയതിന് ശേഷം സ്ട്രൈക്കൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി ഒന്ന് ട്രൈ ചെയ്യാൻ വന്ന കേട്ടോ. കുറച്ച് ഇപ്പുറത്ത് ഇവിടെ നല്ല വേറൊരു ചേട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അടുത്ത സ്ഥലത്ത് ഒന്ന് ഇട്ട് നോക്കിയതാണ്. കാരണം ഇടയ്ക്ക് നല്ല മഴയും വരും കേട്ടോ. ഇവിടെ വെള്ളം വല്ലാണ്ട് കലങ്ങിയ മീൻ കിട്ടാറില്ല എന്നാട്ടോ നമ്മളെ കൂട്ടുകാരും ഇവിടെ വന്നിട്ടുള്ളവരും ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയണത്. പക്ഷേ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മീൻ കിട്ടാറുണ്ട്. വലിയ കട്ട്ല, റോഹു, പിന്നെ വയനാടൻ ചെമ്പിലേക്ക് ഒന്ന് കിട്ടാറുണ്ടോ. നമ്മളതും പ്രതീക്ഷയാണ് പോയത്. നമുക്ക് നോക്കാം.
ഇവിടെ വരെ അപ്പോൾ അവിടെ നിന്നേ നമുക്ക് വലിയ സ്ട്രൈക്കൊന്നും കിട്ടില്ല, വലിയ നഷ്ടം ഉണ്ടായി. കാരണം ഇവിടെ ഒടുക്കത്തെ ഉടക്കാണ് താഴെ, പാറയും അതുപോലെ മുളയൊക്കെ ഒടിഞ്ഞിട്ടേ നമ്മളെ 3 സ്പൈഡർ ഹുക്ക് മിസ്സായി കേട്ടോ. അപ്പോൾ തിരിച്ച് പഴയ സ്ഥലത്തിന് വന്നിരിക്കുകയാണേ. കാരണം ഇവിടെ വലിയ ഉടക്കില്ല, ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി അനാവശ്യമായിട്ട്. അങ്ങനെ ഗൈസ് നമ്മളത് അടുത്ത മീൻ എടുക്കണം കേട്ടോ. നമ്മൾ അവിടെ വന്ന് തീറ്റ കാസ്റ്റ് ചെയ്ത് അധികം വെയിറ്റ് ചെയ്തില്ല, അപ്പോഴേക്കും ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാം, ചെറുതായിട്ട് നല്ല സൈസ് തോന്നുന്നുണ്ട്. ഉണ്ടാ മെല്ലെ മെല്ലാക്കിയാ എന്ത് വാളയാ റോഗിനെയാ മെല്ലെ 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 വരട്ടെ 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 വരട്ടെ. കുഴപ്പമില്ല, നേരത്തെ അതേ സാധനം, നേരത്തെ അതേ പോലത്തെ. നല്ല ഹുക്കപ്പ് വന്നു, നല്ല 2 ഹുക്ക് അതായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തുണ്ടോ ഉണ്ടോ അപ്പം തായി നേരത്തെ സാധനം തോന്നല്ലോ, ശർക്കര അതേ സാധനം. കളയണ്ട അത് കളയണ്ട, അതിലിട്ടേക്ക് പാപ്പ, അതിലിട്ടേക്ക്. അടുത്തത് ചക്കർ പാറ വലിക്കുന്നില്ല. സക്കർ ചൂണ്ടയ്ക്ക് ഇതിൽ സക്കർ ഉണ്ടോ? ഇതിനൊക്കെ എങ്ങനെ ചൂണ്ടയ്ക്കകത്ത് പിടിക്കണ്ട, വലിയ സക്കർ. ഇത് 2ാമത്തെ മീനാണ് നമുക്ക് ഇന്ന് കിട്ടണത്. ഇതൊക്കെ തിന്നാൻ പറ്റാവോ? വേണ്ട, നീ കളിയാകല്ലോ അതിലേക്ക് വേണ്ട, ഇന്ന് കളയാലേ. ഈ സ്ഥലത്തിനോട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കടവിലാണ് നമ്മളെ ടോവിനോ മച്ചാൻ്റെ ഏറാമിൻ്റെ ആ കടവ് ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ. പെരിക്കല്ലൂർ പുൽപ്പള്ളി, അതിൻ്റെ തൊട്ടിപ്പത്ത് നമ്മൾ ചൂണ്ടയിടണേ.
ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂട് നിർത്തിയിട്ടോ നമ്മളെല്ലാം ചുറ്റാൻ പോവാം കാരണം 5 മണിയായി ഇനി നമ്മൾ കാട്ടിൽ കൂടെ ഒക്കെ പോകേണ്ടതാണ് ആനകളുടെ സ്ഥലം അത് പെട്ടെന്ന് പോകാൻ നോക്കാം ഓക്കെ നമ്മൾ ചുറ്റണം